നീലക്കടലിൻ്റെ മധ്യത്തിൽ പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹര ദ്വീപ്. തെങ്ങുകൾ അതിരിടുന്ന വെളുത്ത മണൽപ്പരപ്പുകൾ. ലോകത്തിലെ ഏതൊരു സഞ്ചാരിയെയും മോഹിപ്പിക്കുന്ന പ്രകൃതി ഭംഗി. എന്നാൽ ഈ ദ്വീപിൻ്റെ മണ്ണിൽ കാലുകുത്താൻ ഒരു സാധാരണക്കാരന് അനുവാദമില്ല. ആധുനിക ഭൂപടങ്ങളിൽ ഒരു രഹസ്യമായി തുടരുന്ന സുരക്ഷാ ഏജൻസികളുടെയും സൈനിക വ്യൂഹങ്ങളുടെയും കർശനമായ നിരീക്ഷണത്തിലുള്ള ഡീഗോ ഗാർഷ്യ എന്ന ദ്വീപിനെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. വിനോദസഞ്ചാര ഭൂപടങ്ങളിൽ ഇടമില്ലാത്ത, ഇൻസ്റ്റാഗ്രാം റീലുകളിൽ പ്രത്യക്ഷപ്പെടാത്ത ഈ ദ്വീപ് ആഗോള രാഷ്ട്രീയത്തിലും പ്രതിരോധ മേഖലയിലും നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ സമൂഹത്തിൻ്റെ ഭാഗമായ ഡീഗോ ഗാർഷ്യ ഇന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷൻ ടെറിട്ടറിയുടെ ഭാഗമാണ്. എന്നാൽ ഇതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത സൈനിക താവളത്തിന് കീഴിലാണ്. ഒരു മോതിരത്തിൻ്റെ ആകൃതിയിലുള്ള ഈ ദ്വീപ് പ്രകൃതിയുടെ ഒരു വിസ്മയമാണ്. മനോഹരമായ ഒരു ലഗൂണിനെ ചുറ്റി നിൽക്കുന്ന കരഭൂമി. എന്നാൽ ഈ ശാന്തതയ്ക്ക് പിന്നിൽ ലോകഗതിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും പതിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഡീഗോ ഗാർഷ്യയുടെ കഥ കേവലം ഒരു സൈനിക താവളത്തിൻ്റെ വിവരണമല്ല. അത് കുടിയൊഴിപ്പിക്കലിൻ്റെയും കഠിനമായ രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും ഒരു പരിച്ഛേദം കൂടിയാണ്. ഒരു കാലത്ത് തെങ്ങ് കൃഷിയും മത്സ്യബന്ധനവുമായി കഴിഞ്ഞിരുന്ന തദ്ദേശീയരായ ചഗോസിയൻ വംശജരുടെ ഭൂമിയായിരുന്നു ഇത്. എന്നാൽ 1960കളുടെ അവസാനത്തിലും 70കളിലെ തുടക്കത്തിലും ബ്രിട്ടീഷ് അധികാരികൾ ഈ ജനതയെ നിർബന്ധപൂർവം അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. തങ്ങളുടെ വേരുകൾ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ ഇന്നും മൗറീഷ്യസിലും സീഷെൽസിലും പ്രവാസികളായി കഴിയുന്നു. സ്വന്തം മണ്ണിലേക്ക് മടങ്ങാനുള്ള അവരുടെ നിയമ പോരാട്ടം അന്താരാഷ്ട്ര കോടതികളിൽ ഇന്നും തുടരുന്നുണ്ട്. ഈ കുടിയൊഴിപ്പിക്കലോടെയാണ് ഡീഗോ ഗാർഷ്യ ഒരു അടഞ്ഞ ലോകമായി മാറിയത്. വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ള റിസോർട്ടുകളോ ആഡംബര ഹോട്ടലുകളോ ഇവിടെയില്ല. സൈനിക ഉദ്യോഗസ്ഥരും കരാർ തൊഴിലാളികളും മാത്രമാണ് ഇവിടെയുള്ളത്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ കർശനമായ നിയന്ത്രണങ്ങളുള്ള ഇൻ്റർനെറ്റ് പോലും പരിമിതമായ ഒരു ലോകമാണിത്. ഇവിടെ ജീവിക്കുന്നവർക്ക് നിശ്ചിത സമയക്രമങ്ങളും കൃത്യമായ ചട്ടക്കൂടുകളുമുണ്ട്. വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായുള്ള രാത്രി ജീവിതമോ പ്രാദേശിക ചന്തകളോ അവിടെ കാണാൻ കഴിയില്ല. പകരം നിശബ്ദമായ കടൽത്തീരങ്ങളും സൈനിക വിമാനങ്ങളുടെ ഗർജനവും മാത്രം. മനുഷ്യരുടെ ഇടപെടൽ കുറവായതിനാൽ തന്നെ ഡീഗോ ഗാർഷ്യയിലെ പ്രകൃതി ലോകത്ത് മറ്റെവിടെയും കാണാത്ത വിധം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു വിരോധാഭാസമാണ്. ആധുനിക ലോകത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ശബ്ദ മലിനീകരണങ്ങളോ ഈ തീരങ്ങളെ സ്പർശിച്ചിട്ടില്ല. പവിഴപ്പുറ്റുകൾ അവയുടെ പൂർണ്ണമായ ആരോഗ്യത്തോടെ ഇവിടെ നിലനിൽക്കുന്നു. അപൂർവയിനം പക്ഷികൾ, ആമകൾ, വൈവിധ്യമാർന്ന കടൽ ജീവികൾ എന്നിവയ്ക്ക് ഇവിടം സുരക്ഷിതമായ ഒരു സങ്കേതമാണ്. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും ശുദ്ധവുമായ ലഗൂണുകളിലൊന്നാണ് ഡീഗോ ഗാർഷ്യയിലേത്. ടൂറിസം വ്യവസായം ഒരു പ്രദേശത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിൻ്റെ നേർ വിപരീതമാണ് ഈ ദ്വീപ്. കച്ചവട കണ്ണുകളില്ലാത്ത, ലാഭം കൊയ്യാൻ ശ്രമിക്കാത്ത പ്രകൃതി അതിൻ്റെ തനിമയോടെ നിലകൊള്ളുന്നു. എന്നാൽ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ അനുവാദമുള്ളത് അവിടെയുള്ള സൈനികർക്ക് മാത്രമാണ്. ഒരു സാധാരണക്കാരന് ഇവിടേക്ക് കടന്നു ചെല്ലാൻ പ്രത്യേക അനുമതികൾ ആവശ്യമാണ്. അത് ലഭിക്കുക എന്നത് അസാധ്യമായ കാര്യവുമാണ്. ചാരക്കണ്ണുകളോടെ ഈ ദ്വീപിനെ നിരീക്ഷിക്കുന്ന ഉപഗ്രഹങ്ങൾക്കും റഡാറുകൾക്കും ഇടയിൽ ഈ പ്രകൃതി ഭംഗി ഒരു രഹസ്യമായി അങ്ങനെ തുടരുന്നു. ഡീഗോ ഗാർഷ്യ സന്ദർശിക്കണമെന്ന മോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു നടക്കാത്ത സ്വപ്നമായി മാത്രമേ അവസാനിക്കൂ. ടൂറിസ്റ്റ് വിസകൾ ഈ ദ്വീപിന് ബാധകമല്ല. പ്രത്യേക സൈനിക വിമാനങ്ങളോ ചാർട്ടർ ചെയ്ത കപ്പലുകളോ മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ. ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും അമേരിക്കൻ സൈന്യത്തിൻ്റെയും ഉന്നതതല അനുമതിയുള്ളവർക്ക് മാത്രമേ ഈ ദ്വീപിലേക്ക് കടക്കാൻ കഴിയൂ. ആരെങ്കിലും അനധികൃതമായി ഈ പരിസരത്തെത്താൻ ശ്രമിച്ചാൽ അവർ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കപ്പെടും. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഈ ദ്വീപിനെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിക്കാറുണ്ട്. ഒരു ഹിഡൻ ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ ഡീഗോ ഗാർഷ്യയെ അവതരിപ്പിക്കുന്നത് തികച്ചും തെറ്റാണ്. അവിടെ പണമോ ബഡ്ജറ്റോ പ്രസക്തമല്ല. കാരണം അവിടെ ഒന്നും തന്നെ വിൽപ്പനയ്ക്കില്ല. വിനോദസഞ്ചാരം എന്ന സങ്കല്പമേ ഇല്ലാത്ത ഒരിടത്ത് സഞ്ചാരികളുടെ ചെലവിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പരീക്ഷിക്കപ്പെടാത്ത, അധികം അറിയപ്പെടാത്ത സ്ഥലങ്ങൾ തേടിപ്പോകുന്ന സാഹസിക സഞ്ചാരികൾക്ക് പോലും ഈ ദ്വീപിന് മുന്നിൽ തോറ്റു പിന്മാറേണ്ടി വരും. അടുത്ത കാലത്തായി ഡീഗോ ഗാർഷ്യ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് അമേരിക്കയുടെ രാഷ്ട്രീയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ഭരണപരമായ നീക്കങ്ങളിൽ ഈ ദ്വീപിന് വലിയ പ്രാധാന്യമുണ്ട്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ തന്ത്രപ്രധാനമായ ഇടത്തിന്മേൽ കൂടുതൽ അവകാശവാദം ഉന്നയിക്കാൻ അമേരിക്കൻ ഭരണകൂടം താൽപ്പര്യപ്പെടുന്നു എന്നാണ് സൂചനകൾ. ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്വാധീനം കുറയ്ക്കാൻ ഡീഗോ ഗാർഷ്യ ഒരു അൺസിങ്കബിൾ എയർക്രാഫ്റ്റ് കാരിയർ അഥവാ മുങ്ങാത്ത യുദ്ധക്കപ്പലായി അമേരിക്ക കാണുന്നു. ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറാൻ ബ്രിട്ടൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ വന്നെങ്കിലും
ഡീഗോ ഗാർഷ്യയിലെ സൈനിക താവളം ദീർഘകാലത്തേക്ക് നിലനിർത്താനാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ധാരണ. ഇത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഒരു ജനതയെ ആട്ടി ഓടിച്ച് നിർമ്മിച്ച ഈ സൈനിക കേന്ദ്രം ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന വാദം ശക്തമാണ്. എന്നിരുന്നാലും സൈനിക മേധാവിത്വവും തന്ത്രപരമായ സ്ഥാനവും മുൻനിർത്തി ഈ ദ്വീപിനെ വിട്ടു നൽകാൻ അവർ തയ്യാറുമല്ല. മനുഷ്യസഹജമായ ജിജ്ഞാസയാണ് നമുക്ക് നിഷേധിക്കപ്പെട്ട ഇടങ്ങളിലേക്ക് നമ്മെ ആകർഷിക്കുന്നത്. ഡീഗോ ഗാർഷ്യയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ലഭ്യമല്ലാത്ത ഒന്ന് എപ്പോഴും കൂടുതൽ സുന്ദരമായി തോന്നും. എന്നാൽ ഈ ദ്വീപ് നൽകുന്ന പാഠം മറ്റൊന്നാണ്. സൗന്ദര്യവും രാഷ്ട്രീയവും വേദനയും ഒത്തുചേരുന്ന ഒരിടമാണ് ഡീഗോ ഗാർഷ്യ. അവിടുത്തെ നീലക്കടലിന് പറയാനുള്ളത് നഷ്ടപ്പെട്ട ഒരു ജനതയുടെ സങ്കടമാണ്. അത് കാണാൻ കഴിയാത്ത ലോകത്തിന് അത് വെറുമൊരു നിഗൂഢ ദ്വീപ് മാത്രമാണ്. നിങ്ങൾക്ക് സമാനമായ കാലാവസ്ഥയും സൗന്ദര്യവും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മാലദ്വീപോ സീഷെൽസോ ലക്ഷദ്വീപോ ഒക്കെ തിരഞ്ഞെടുക്കാം. അവിടെ ജനങ്ങളുണ്ട്, സംസ്കാരമുണ്ട്, നിങ്ങൾക്കായി തുറന്നിട്ട വാതിലുകളുണ്ട്. എന്നാൽ ഡീഗോ ഗാർഷ്യ ലോകത്തിൻ്റെ കാവൽപ്പുരയായി ആർക്കും പ്രവേശനമില്ലാത്ത ഒരു രഹസ്യമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഹൃദയത്തിൽ അവശേഷിക്കും. എല്ലാ മനോഹരമായ സ്ഥലങ്ങളും സന്ദർശിക്കാനുള്ളതല്ല, ചിലത് ദൂരത്തു നിന്ന് അറിയാനും മനസ്സിലാക്കാനും മാത്രമുള്ളതാണ് എന്ന് ഈ ദ്വീപ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഡീഗോ ഗാർഷ്യയുടെ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്നത് കേവലം സൈനിക രഹസ്യങ്ങൾ മാത്രമല്ല, മറിച്ച് ആധുനിക ലോകം എങ്ങനെ അധികാരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഇടയിൽ അതിരുകൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. ഈ ദ്വീപിനെക്കുറിച്ചുള്ള ഓരോ അറിവും നമ്മെ ചിന്തിപ്പിക്കേണ്ടത് പ്രകൃതിയുടെ സംരക്ഷണത്തെക്കുറിച്ചോ സൈനിക ശക്തിയെക്കുറിച്ചോ മാത്രമല്ല, മറിച്ച് മനുഷ്യരുടെ മണ്ണും അവരുടെ അവകാശങ്ങളും എങ്ങനെ ലോകരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇല്ലാതാക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.